Hello everyone. So today's video is going to be about immobilized enzymes. So what are immobilized enzymes? So immobilized enzymes are enzymes which have been attached or enclosed by an insoluble support medium or carrier, or one where enzyme molecules have been cross-linked to each other without the loss of catalytic activity. അപ്പോൾ ബേസിക്കലി നമ്മുടെ എൻസൈമിന് പുറത്ത് എൻസൈം ഒരു ലെറ്റ്സ് സേ ഒരു കവറിങ് വെച്ച് ഇങ്ങനെ മൂടി വെച്ചേക്കുന്ന ആ ഒരു ഇതിനെയാണ് നമ്മൾ ഇമ്മൊബിലൈസ് എൻസൈം എന്ന് പറയുന്നത്. അപ്പോൾ അത് പല രീതിയിലുള്ള ലിങ്കേജസ് ആവാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അഡ്സോർപ്ഷൻ മെത്തേഡ്. അപ്പോൾ അഡ്സോർപ്ഷൻ മെത്തേഡ് എന്ന് പറയുമ്പോൾ അത് യൂഷ്വലി ഇറ്റ് ഇസ് ഡൺ ബൈ ബൈൻഡിങ് ഓഫ് എൻസൈംസ് വിത്ത് ഇനേർട്ട് കാരിയേഴ്സ് സച്ച് ആസ് ആക്ടിവേറ്റഡ് ചാർക്കോൾ, സിലിക്ക, ക്ലേ എക്സെട്ര. They are usually bound together by weak bonds, which are weak bonds like hydrogen bond, van der Waals force. പിന്നെ ഈ ഫോഴ്സസ് കാരണം നമുക്ക് എൻസൈമിൻ്റെ ആക്ടിവിറ്റിയിൽ ചേഞ്ച് ഒന്നും വരത്തില്ല. പക്ഷേ ഇപ്പം നമ്മൾ യൂഷ്വലി എൻസൈം ആക്ടിവിറ്റി വേരി ചെയ്യിക്കാനുള്ള ബാക്കി ഫാക്ടേഴ്സ്, അതായത് pH, ടെമ്പറേച്ചർ, കോൺസെൻട്രേഷൻ, ഇതൊക്കെ അഫക്റ്റ് ചെയ്യും. വേറൊരു മെത്തേഡ് എന്ന് പറയുന്നത് അയോണിക് ബൈൻഡിങ്. അയോണിക് ബൈൻഡിങ് എന്ന് പറയുമ്പം യൂഷ്വലി എൻസൈമും പിന്നെ ഒരു അയോൺ എക്സ്ചേഞ്ച് റെസിൻ ലൈക്ക് DAE സെല്ലുലോസ്, CM സെല്ലുലോസ്, ഇങ്ങനത്തെ അത് കുറച്ച് എക്സാമ്പിൾസ് ആണ്. അപ്പോൾ ഇങ്ങനത്തെ കുറേ അയോൺ എക്സ്ചേഞ്ച് റെസിൻസിലേക്ക് ബൈൻഡ് ചെയ്യുമ്പോഴാണ് നമ്മൾ അയോണിക് ബൈൻഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ യൂഷ്വലി എൻസൈം പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് ആവാം. അതേപോലെ തന്നെ അയോൺ എക്സ്ചേഞ്ച് റെസിനും അതും പോസിറ്റീവ് നെഗറ്റീവ് ആവാം. പിന്നെ വരുന്നത് കൊവാലൻ ബോണ്ടിങ്. കൊവാലൻ ബോണ്ടിങ് എന്ന് പറയുമ്പോൾ അതൊരു പെർമനൻറ്റ് മെത്തേഡ് ഓഫ് ഇമ്മൊബിലൈസേഷൻ ആണ്. പിന്നെ ഈ കൊവാലൻ ബോണ്ട് യൂഷ്വലി കൊവാലൻ ബോണ്ട് യൂഷ്വലി ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ കാരിയേഴ്സും അതേപോലെ തന്നെ നമ്മുടെ എൻസൈമിലുള്ള എൻസൈമിലെ എൻസൈം പ്രോട്ടീൻ ആണല്ലോ, അപ്പോൾ അതിലെ അമിനോ ആസിഡിൻ്റെ സൈഡ് ചെയിനിലേക്കാണ് ഈ കൊവാലൻ ബോണ്ട് ബൈൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഈ ഇമ്മൊബിലൈസേഷൻ എന്ന് പറയുന്നത് pH, ടെമ്പറേച്ചർ ഇങ്ങനത്തെ ഫാക്ടേഴ്സ് വെച്ച് അഫക്റ്റഡ് അല്ല. പിന്നെ വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ കാറ്റലിറ്റിക് സൈറ്റ് ഒരിക്കലും ഈ ഇമ്മൊബിലൈസേഷൻ, അതായത് ഈ കൊവാലൻ ബോണ്ടിങ് കാരണം അഫക്റ്റഡ് ആവരുത്. പിന്നെ ഒരു മെത്തേഡ് കൂടെ ഉണ്ട്, എൻട്രാപ്മെൻറ്റ് മെത്തേഡ്. എൻട്രാപ്മെൻറ്റ് മെത്തേഡ് എന്ന് പറയുമ്പോൾ നമ്മൾ യൂഷ്വലി ഈ എൻസൈംസിനെ ഒരു ജെല്ലിൻ്റെ മേട്രിക്സിലേക്ക് ബൈൻഡ് ചെയ്യുമ്പോഴാണ്. ജെല്ലെന്ന് പറയുമ്പോൾ എക്സാമ്പിൾ എന്ന് വെച്ചാൽ അഗാറസ് പോളിഅക്രിലമൈഡ് എന്ന് പറയും. ഇത് യൂഷ്വലി കോസ്റ്റ് എഫക്റ്റീവ് ആണ്, കാരണം നമുക്ക് ഈ ജെല്ല് വീണ്ടും റീയൂസ് ചെയ്യാം. അതേപോലെ തന്നെ ഈ എൻസൈം നമുക്കിപ്പം വേണ്ട റിയാക്ഷൻ കണ്ടക്ട് ചെയ്തതിന് ശേഷം ആ എൻസൈമിനെ പിന്നെ തിരിച്ച് ഇമ്മൊബിലൈസ് ഫോമിൽ നിന്ന് റിക്കവർ ചെയ്യാനും എളുപ്പമാണ്. പിന്നെ ഈ അഡ്സോർപ്ഷൻ മെത്തേഡിൽ യൂഷ്വലി ഈ pH ടെമ്പറേച്ചറും വെച്ച് തന്നെ നമുക്ക് ഈ ഇമ്മൊബിലൈസ് എൻസൈമിനെ തിരിച്ച് റിവേർട്ട് ചെയ്യാം. അതായത് ഇമ്മൊബിലൈസേഷൻ മാറ്റി എൻസൈമിനെ അതിൻ്റെ പ്യൂർ ഫോം എന്നല്ല, എൻസൈമിനെ അതിനെ നോർമൽ സ്റ്റേറ്റിലേക്ക് തിരിച്ച് കൊണ്ടുവരാനും പറ്റും. ഇനി വരുന്നത് എക്സാമ്പിൾസ് ഓഫ് ഇമ്മൊബിലൈസ് എൻസൈമാണ്. അപ്പോൾ നമ്മൾ എക്സാമ്പിൾസിലേക്ക് വരുമ്പോൾ അപ്പോൾ നമുക്ക് 2 എക്സാമ്പിൾ പഠിക്കാനുണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുമ്പം ബ്രാൻഡൻബർഗ് എന്ന് പറഞ്ഞൊരു സയൻറ്റിസ്റ്റ്. പക്ഷേ in 1957 he prepared isocyanate derivative ഈ ഐസോസൈനൈഡ് ഡെറിവേറ്റീവ് പ്രിപ്പയർ ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ബൈ ട്രീറ്റിംഗ് പോളിഅമിനോ polystyrene and phosgene, which is COCl2. പിന്നെ this was then used to immobilize catalase. അപ്പോൾ ഈ ഐസോസൈനൈഡ് ഡെറിവേറ്റീവ് വെച്ചാണ് കാറ്റലേസ് എന്ന എൻസൈം ഇമ്മൊബിലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനൊരു റിയാക്ഷനും ഉണ്ട്. അപ്പോൾ ഇതാണ് പോളിഅമിനോ polystyrene which when treated with COCl2 അഥവാ phosgene gives an isocyanate derivative വരയ്ക്കാം.
ഞാൻ ഐപാഡിലല്ല ഇത് എഴുതുന്നത്, അതുകൊണ്ട് ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ ഇച്ചിരി ഓഫാണ്. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഐസോസൈനൈഡ് ഡെറിവേറ്റീവ് കിട്ടും. ഈ ഐസോസൈനൈഡ് ഡെറിവേറ്റീവ് വെച്ച് നമുക്ക് കാറ്റലൈസ് എൻസൈം ഇമ്മൊബിലൈസ് ചെയ്യാം. ദിസ് ഈസ് ദി ഇമ്മൊബിലൈസ് എൻസൈം. നമുക്കിനി ഒരു എക്സാമ്പിൾ കൂടെ ഉണ്ട്. അസൈഡ് ഡെറിവേറ്റീവ് വെച്ച് ഇമ്മൊബിലൈസേഷൻ ആണ്. നേരത്തെ പറഞ്ഞത് ഐസോസൈനൈഡ് ഡെറിവേറ്റീവ് വെച്ചായിരുന്നു. ഓക്കെ, സോ ഇമ്മൊബിലൈസേഷൻ വിത്ത് അസൈഡ് ഡെറിവേറ്റീവ് അത് യൂഷ്വലി ഹൈഡ്രസീൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഇടയ്ക്കാണ് ട്രീറ്റ്മെൻറ്റ് വെച്ചാണ് സംഭവിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. CM സെല്ലുലോസ്, അതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുമ്പം സെല്ലുലോസ്, അതിന് സ്ട്രക്ചർ ഞാൻ വരയ്ക്കുന്നില്ല. OCH2 CO2H, CM cellulose. This when reacted with CH3OH or KCl3 or both, അപ്പോൾ നമുക്ക് മീഥൈൽ എസ്റ്റർ കിട്ടും. മീഥൈൽ എസ്റ്റർ എന്ന് പറയുമ്പോൾ അത് ഈ സെല്ലുലോസോട് ഉള്ളതാണ്. which when treated with NH2NH2 gives hydroside derivative. എന്ന് പറയുമ്പോൾ സെല്ലുലോസ് OCH2 OCH2 CONH2. which when again treated with NaNO2 or HCl gives acid derivative. വരയ്ക്കാം. ഇത് നമുക്ക് പിന്നെ എൻസൈമോട് ആഡ് ചെയ്യുമ്പം നമുക്ക് ഇമ്മൊബിലൈസ് എൻസൈം കിട്ടും. ഓക്കെ, അപ്പോൾ അതായിരുന്നു അസൈഡ് ഡെറിവേറ്റീവ് വെച്ചുള്ള ഇമ്മൊബിലൈസേഷൻ. പിന്നെ നമുക്ക് ആപ്ലിക്കേഷൻസ് ഓഫ് ഇമ്മൊബിലൈസ് എൻസൈം നോക്കാം. അപ്പോൾ ഇമ്മൊബിലൈസ് എൻസൈമിൻ്റെ ആപ്ലിക്കേഷനിലേക്ക് വരുമ്പോൾ മെയിനായിട്ടും നമുക്ക് ഈ എൻസൈം അധികം കണ്ടാമിനേഷൻ ഇല്ലാതെ റീയൂസ് ചെയ്യാൻ പറ്റും എന്നുള്ള പോയിന്റിലാണ്. അപ്പം enzyme does not undergo any contamination. അതുകൊണ്ട് നമുക്കത് റീയൂസ് ചെയ്യാം. Hence, they can be reused again and again. Due to these reasons, they are ideal for use in continuous operating procedures. പിന്നെ അതേപോലെ they may also be used as components of analytical systems or in automated techniques. അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ട് ലൈക്ക് ആപ്ലിക്കേഷൻ എന്ന് പറയാനായിട്ട് ഓർത്തിരിക്കേണ്ട 2 പോയിന്റ് ഇതാണ്.
ബാക്കിയൊക്കെ ആ ആപ്ലിക്കേഷൻ, അതായത് ആ 2 പോയിന്റ് വെച്ച് നമ്മൾ പറയുന്ന കാര്യങ്ങളാണ് ഈ ബാക്കി വരുന്ന പോയിന്റ്സ്. സോ അത്രേ ഉള്ളൂ ആപ്ലിക്കേഷൻ. ഇനി വരുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് ഇമ്മൊബിലൈസേഷൻ. ഓക്കെ, ഇപ്പോൾ പ്രോപ്പർട്ടീസിലേക്ക് വരുമ്പോൾ വളരെ ബ്രീഫായിട്ട് എഴുതുവാണേ, കാരിയർ മേ ഇമ്പോസ് some kind of hindrance to the enzyme while taking part in catalytic reactions. അതേപോലെ തന്നെ stability of an enzyme can increase, decrease, or stay the same with its change in environment. വേറൊരു പോയിന്റ് എന്ന് പറയുന്നത് pH of many enzymes move to alkaline side if the carrier is anionic and vice versa. ആനയോണിക് എന്ന് പറയുമ്പം ഇപ്പോൾ കാരിയർ നെഗറ്റീവ്ലി ചാർജ്ഡ് ആണെങ്കിൽ എൻസൈമിൻ്റെ ഫേവറബിൾ പി എച്ച് എന്ന് പറയുന്നത് നെഗറ്റീവ് സൈഡിലേക്ക്, ആൽക്കലൈൻ സൈഡിലേക്ക് പോകും. അതേപോലെ തന്നെ കാരിയർ പോസിറ്റീവ്ലി ചാർജ്ഡ് ആണെങ്കിൽ പി എച്ചിൻ്റെ വാല്യൂ അസിഡിക് സൈഡിലേക്ക് പോകും. Thus, the properties of immobilized enzymes may be different from the same enzyme in free solution and depends on the method of immobilization and nature of the carrier. A reduction in specific activity can also occur if a chemical process is involved in immobilization, since the conditions might cause denaturation. അപ്പം ഓരോ എൻസൈമിൻ്റെയും പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്, അതായത് ഇമ്മൊബിലൈസേഷൻ കാരണം ഉണ്ടാകുന്ന പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. അതേപോലെ തന്നെ ഈ സ്പെസിഫിക് ആക്ടിവിറ്റി, ഒരു എൻസൈമിൻ്റെ ആക്ടിവിറ്റി അതിൽ റിഡക്ഷൻ വരുവാണെങ്കിൽ അത് യൂഷ്വലി ഒരു എൻസൈമിൻ്റെ സ്പെസിഫിക് ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ അതിൽ റിഡക്ഷൻ വരുന്നുണ്ടെങ്കിൽ അത് ഈ ഇമ്മൊബിലൈസ് ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്ത കെമിക്കൽ റിയാക്ഷൻ കാരണമാവാം. കാരണം ഈ കെമിക്കൽ റിയാക്ഷൻ ഫേവറബിളായിട്ട് നടക്കാൻ വേണ്ടിയുള്ള കണ്ടീഷൻസ് നമ്മൾ മീറ്റ് ചെയ്യുമ്പോൾ ആ പർട്ടിക്കുലർ കണ്ടീഷൻസിൽ ചിലപ്പം എൻസൈം ഡീനേച്ചർഡ് ആയി പോവാം. അപ്പോൾ ഇമ്മൊബിലൈസ് എൻസൈം എന്ന് പറയുമ്പം ഇത്രയൊക്കെ ഉള്ളൂ. ഒരു ക്വിക്ക് റീക്യാപ്പ് എന്നുള്ള പോലെ. ഓക്കെ, അപ്പോൾ ഇമ്മൊബിലൈസ് എൻസൈം എന്താണ്? എൻസൈംസ് വിച്ച് ഹാവ് ബിൻ അറ്റാച്ച്ഡ് ഓർ എൻക്ലോസ്ഡ് ബൈ എൻ ഇൻസോളിബിൾ സപ്പോർട്ട് മീഡിയം which is called carrier, or one where enzyme molecules have been cross-linked to each other without loss of catalytic activity. അപ്പോൾ ഇത് പല രീതിയിൽ ഇമ്മൊബിലൈസ് ചെയ്യാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അഡ്സോർപ്ഷൻ മെത്തേഡ്, വിച്ച് ഇസ് യൂഷ്വലി ഡൺ by binding of enzymes with inert carriers such as activated charcoal, silica, clay, alumina, etc. അങ്ങനെ പല പല എക്സാമ്പിൾസ് ഉണ്ട്. പിന്നെ ഇവർ യൂഷ്വലി ബൗണ്ട് ചെയ്യുന്നത് ഹൈഡ്രജൻ ബോൺസ് അല്ലെങ്കിൽ വാൻ ഡെർ വാൾസ് ഫോഴ്സ് വെച്ചായിരിക്കും. ഇത് വീക്ക് ബോൺസ് ആണ്. പിന്നെ ഈ ഫോഴ്സ് കാരണം എൻസൈമിൻ്റെ ആക്ടിവിറ്റിയിൽ വേറെ ചേഞ്ച് ഒന്നുമില്ല. പക്ഷേ പി എച്ചും ടെമ്പറേച്ചറും ഒക്കെ വെച്ച് എൻസൈം ആക്ടിവിറ്റിയിലും ചേഞ്ച് വരാം. അതേപോലെ തന്നെ നമുക്ക് ഈ ഇമ്മൊബിലൈസേഷൻ റിവേഴ്സ് ചെയ്യാനാണെങ്കിലും ഈ പി എച്ചും ടെമ്പറേച്ചറും വേരി ചെയ്യിച്ചു കൊടുത്താൽ മതി. നെക്സ്റ്റ് രീതി എന്ന് പറയുന്നത് അയോണിക് ബൈൻഡിങ്. അയോണിക് ബൈൻഡിങ്ങിൽ യൂഷ്വലി അയോൺ എക്സ്ചേഞ്ച് റെസിൻസ് കാണും, ലൈക്ക് DEAE സെല്ലുലോസ് അല്ലെ CM സെല്ലുലോസ്. ഇവർ യൂഷ്വലി എൻസൈമുമായിട്ട് ബൈൻഡ് ചെയ്ത് ഇമ്മൊബിലൈസ് ചെയ്യാറാണ് പതിവ്. അയോൺ എക്സ്ചേഞ്ച് റെസിൻ യൂഷ്വലി പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം. പിന്നെ വരുന്നത് കൊവാലന്റ് ബൈൻഡിങ്. കൊവാലന്റ് ബോണ്ടിങ് എന്ന് പറയുമ്പോൾ അത് ഒരു പെർമനൻറ്റ് മെത്തേഡ് ഓഫ് ഇമ്മൊബിലൈസേഷൻ ആണ്. കൊവാലന്റ് ബോണ്ട് സംഭവിക്കുന്നത് ഈസ് ബിറ്റ്വീൻ കാരിയേഴ്സ് ആൻഡ് ദ സൈഡ് ചെയിൻസ് പ്രസൻറ്റ് ഇൻ ദി അമിനോ ആസിഡ്സ് ഓഫ് എൻസൈംസ്. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ ഈ ഇമ്മൊബിലൈസേഷൻ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ലൈക്ക് pH ആൻഡ് പ്രസൻസ് ഓഫ് അയോൺസ് വെച്ച് ഒരു വേരിയേഷനും വരില്ല. പിന്നെ ഈ കാറ്റലറ്റിക് സൈറ്റ് ഈ കൊവാലന്റ് ബോണ്ട് വെച്ച് എഫക്റ്റഡ് ആവരുത് എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ വരുന്നത്
എൻട്രാപ്പൻ മെത്തേഡ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് യൂഷ്വലി കോസ്റ്റ് എഫക്റ്റീവ്. അവിടെ എന്താ സംഭവിക്കുന്നത്? ഇറ്റ് ഇൻവോൾവ്സ് ട്രാപ്പിംഗ് ഓഫ് എൻസൈംസ് ഇൻ ദ മേട്രിക്സ് ഓഫ് ജെൽ. ഒരു ജെല്ലിന് എക്സാമ്പിളാണ് അഗാരോസ് പോളി അക്രിലമൈഡ്. ഇത് കോസ്റ്റ് എഫക്റ്റീവ് ആണ് ആൻഡ് ദ ജെൽ ക്യാൻ ബി റീയൂസ്ഡ് മെനി ടൈംസ്. പിന്നെ ഈ മൊബിലൈസേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ എൻസൈമിനെ തിരിച്ച് റിക്കവർ ചെയ്യാനും ഈസിയാണ്. പിന്നെ നമുക്ക് 2 എക്സാമ്പിൾസ് പഠിക്കാനുണ്ട്. 2 എക്സാമ്പിൾസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വൺ ബ്രാൻഡൻബർഗർ 1957 ചെയ്തതാണ്. ഒരു ഐസോസൈനൈഡ് ഡെറിവേറ്റീവ് വെച്ച് കാറ്റലേസ് എന്ന എൻസൈമിനെ ഇമ്മൊബിലൈസ് ചെയ്ത പ്രോസസ്സാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ അവിടെ ഫസ്റ്റ് പോളി അമിനോ പോളിസ്റ്റൈറീനും ഫോസ്ജീനും വെച്ച് റിയാക്ട് ചെയ്തിട്ട് നമുക്ക് ഒരു ഐസോസൈനൈഡ് ഡെറിവേറ്റീവ് കിട്ടും. ആ ഐസോസൈനൈഡ് ഡെറിവേറ്റീവിലേക്ക് നമ്മൾ എൻസൈം ആഡ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഇമ്മൊബിലൈസ് എൻസൈം കിട്ടും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് അസൈഡ് ഡെറിവേറ്റീവ്. അസൈഡ് ഡെറിവേറ്റീവിൽ CM സെല്ലുലോസ് ആണ് ആദ്യം എടുക്കുന്നത്. ഈ CM സെല്ലുലോസ് CH3OHും KClഉം വെച്ച് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് മീഥൈൽ എസ്റ്റർ കിട്ടും. അവിടുന്ന് NH2 വെച്ച് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഹൈഡ്രസൈഡ് ഡെറിവേറ്റീവ് കിട്ടും. പിന്നെ വരുന്നത് അസൈഡ് ഡെറിവേറ്റീവ്. അതിനുശേഷം എൻസൈം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഇമ്മൊബിലൈസ് എൻസൈം കിട്ടും. പിന്നെ വരുന്നത് ഇതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ മെയിനായിട്ട് 2 പോയിൻ്റാണുള്ളത്. എൻസൈം ഡസ് നോട്ട് അണ്ടർഗോ ഇൻ കണ്ടാമിനേഷൻ, പിന്നെ ദേ ക്യാൻ ബി റീയൂസ്ഡ് അഗൈൻ ആൻഡ് അഗൈൻ. ഈ കണ്ടാമിനേഷൻ സംഭവിക്കാത്തതുകൊണ്ട്. അപ്പോൾ ഈ 2 ആപ്ലിക്കേഷൻ വെച്ച് നമുക്ക് ഒരുപാട് ഇത് പറയാം. അതായത് ഈ റീസൺ കാരണം നമുക്ക് ഈ കണ്ടിന്യൂസ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സിൽ ഇവർ യൂസ് ചെയ്യാൻ ഐഡിയലാണ്. അതേപോലെ തന്നെ ഈ അനലിറ്റിക്കൽ സിസ്റ്റംസും ഓട്ടോമേറ്റഡ് ടെക്നീക്സിലും ഇവരെ കമ്പോണൻസ് ആയിട്ട് യൂഷ്വലി യൂസ് ചെയ്യാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ചെയ്യേണ്ട കാര്യമില്ല. അതുകൊണ്ട് നമുക്ക് ഈ ഓട്ടോമേറ്റഡ് ടെക്നീക്സിലൊക്കെ അവരെ സ്ഥിരമായിട്ടുള്ളൊരു കമ്പോണൻ്റ് ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ വരുന്നത് പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പം ഈ കാരിയർ, അതായത് ഇമ്മൊബിലൈസ് എൻസൈം എന്ന് പറയുമ്പോൾ എൻസൈമും കാരിയറും കൂടെ ഒരുമിച്ചിരിക്കുന്നതല്ലേ. അപ്പോൾ ഈ കാരിയർ കാരണം ചിലപ്പോൾ എന്തെങ്കിലും എൻസൈമാറ്റിക് ആക്ടിവിറ്റിയിൽ ഹിൻഡ്രൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ സ്റ്റെബിലിറ്റി ഓഫ് എൻ എൻസൈം ക്യാൻ ഇൻക്രീസ്, ഡിക്രീസ് ഓർ സ്റ്റേ ദ സെയിം വിത്ത് ചേഞ്ച് ഇൻ എൻവയൺമെൻറ്റ്. ഈ കാരിയർ കൂടെ ആഡ് ചെയ്യുമ്പോൾ എൻവയൺമെൻറ്റിൽ ചേഞ്ച് ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ചേഞ്ച് കാരണം നമുക്ക് എൻസൈം ആക്ടിവിറ്റിയിൽ ആ ചേഞ്ച് കാരണം നമുക്ക് സ്റ്റെബിലിറ്റി കൂടാം, കുറയാം, അല്ലെങ്കിൽ ചേഞ്ച് ഒന്നും ഉണ്ടാകാതിരിക്കാം. പിന്നെ വരുന്നത് pH. ആഡ് ചെയ്യുന്ന കാരിയർ അനുസരിച്ച് ഫേവറബിൾ pH മാറാം. ആഡ് ചെയ്യുന്ന കാരിയർ ആനയോണിക് ആണെങ്കിൽ pH കുറച്ചുകൂടെ ആൽക്കലൈൻ സൈഡിലേക്ക് പോകും. ആഡ് ചെയ്യുന്ന കാരിയർ ആനയോണിക് ആണെങ്കിൽ pH കുറച്ചുകൂടെ അസിഡിക് സൈഡിലേക്ക് പോകും. ഇത്രയൊക്കെയാണ് പ്രോപ്പർട്ടീസ്. പിന്നെ ഒരു കാര്യം കൂടുണ്ട്. ഈ പ്രോപ്പർട്ടീസ് നമ്മുടെ സ്പെസിഫിക് ആക്ടിവിറ്റി എഴുതിയില്ല. സ്പെസിഫിക് ആക്ടിവിറ്റി ഓഫ് എൻസൈം may be reduced due to the chemical process involved during immobilization. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇമ്മൊബിലൈസ് എൻസൈമിനെ കുറിച്ച് നമുക്ക് ഇത്രയേ പഠിക്കാനുള്ളൂ. സോ യാ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. പണ്ടത്തെ പോലെ ഐപാഡിൽ തന്നെ എഴുതി പഠിപ്പിച്ചാൽ മതിയെങ്കിൽ അതും പറയുക. ഓർ ഇഫ് ദിസ് ഇസ് ഫൈൻ, ജസ്റ്റ് ലെറ്റ് മീ നോ. യാ, സോ താങ്ക് യു. ഹാവ് എ ഗുഡ് ഡേ.